ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല ടീ പൗഡറാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമ്മൾ ചുക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ജാതിക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജാതിക്ക ഒന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചായക്കൊരു നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊടിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ബോട്ടിലിനകത്താക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യം പോലെ നമുക്ക് ചായയിലിട്ട് കുടിക്കാവുന്നതാണ്. നല്ലൊരു ചായ മസാല പൗഡറാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ ചായ മസാല പൗഡർ ഉപയോഗിച്ച് ചായ വെച്ച് നോക്കാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവുമാണ് യൂസ് ചെയ്യുന്നത്. മൊത്തം 3 ഗ്ലാസ് ചായയാണ് വെക്കാൻ പോകുന്നത്. അവരവരുടെ അളവിനനുസരിച്ചുള്ള പാല് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെയും കടുപ്പത്തിനനുസരിച്ച് വേണം ചായപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം അതേപോലെ തന്നെ മധുരവും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ചായ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. ഇപ്പം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം.